അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്കപ്പിന് പോയതായിരുന്നു. നമ്മൾ നോർമലി ഉള്ള ചെക്കപ്പിന് പോയതട്ടാ. അധികം നീരുണ്ട്. ശരിക്കും പറഞ്ഞ ഈ മന്ത് കാലൊക്കെ വരില്ലേ, അതേപോലെ കാൽപാദത്തിൽ കയ്യിൽ നിക്കില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് ആംബുലൻസിലൊക്കെ വിട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറെ നാളുകളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ ഇടാവുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പലർക്കും ഞങ്ങളുടെ ഉണ്ണിയുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ പുതിയ കുറെ പേര് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്, പുതിയതായിട്ട് വന്നവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഉണ്ണിയുടെ സർജറി സമയത്ത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ തിരക്കിയായിരുന്നു. അതുപോലെ തന്നെ കമന്റ് ബോക്സിനും തിരക്കിയായിരുന്നു. അപ്പോൾ അതിലും ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തതാണ് ഉണ്ണിക്ക് എന്താണ് ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പൊ ഞങ്ങളതൊരു ലോങ് വീഡിയോ ആയിട്ട് ഒന്നുകൂടി, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കാണാത്തവരായിരിക്കും പുതിയത് വന്നിട്ടുള്ളവരൊക്കെ. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് സൗമ്യക്ക് ഡെലിവറി സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മള് ഓട്ടുപാറ വടക്കഞ്ചേരി ഹോസ്പിറ്റലിലാണ് ഉണ്ണിനെ ഇവിടെ കാണിച്ചിരുന്നത്. അതായത് അവിടുത്തെ ഒരു ഡോക്ടറെ, അതായത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉള്ള ഡോക്ടറാണ്. പക്ഷെ ആ ഡോക്ടർ ഇരിക്കുന്ന ഹോസ്പിറ്റലില് ഓട്ടുപാറ. അപ്പൊ നമ്മള് തലേദിവസം ഡോക്ടറെ കാണാൻ പോയപ്പോ ഇവൾക്ക് പ്രഷർ അങ്ങോട്ട് കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെക്കപ്പിന് പോയതായിരുന്നു. നമ്മൾ നോർമലി ഉള്ള ചെക്കപ്പിന് പോയത് 8 മാസത്തെ. അപ്പം കാലില് ഓൾറെഡി എനിക്ക് നീര് ചെറുതായിട്ട് ഉണ്ടായിരുന്നു. 6 മാസത്തിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പ്രഗ്നൻസിയിലുള്ള നീരാണെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഈ ചെക്കപ്പിന് ചെന്ന ദിവസം കുറച്ച് അധികം നീരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത് കാലൊക്കെ വരില്ലേ, അതേപോലെ കാൽപാദത്തിൽ രണ്ടിലും കയ്യിലും ഫേസിലൊക്കെ നീരുണ്ടായിരുന്നു. അപ്പം നമുക്കറിയില്ല ഇങ്ങനെ പ്രഷർ കൂടുന്നതിന്റെ, എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളത്ര കാര്യമാക്കിയിട്ടില്ല. അതിന് മെയിൻ കാര്യം ഇപ്പൊ ഇവളുടെ സൈഡിൽ നിന്നും വെച്ച് കഴിഞ്ഞാൽ, നാളെ ചെക്കപ്പിന് പോവാണ്. അപ്പൊ ഇന്നിപ്പോ പ്രഷറിന്റെ ഗുളിക തീർന്നു. അപ്പൊ അവള് വിചാരിച്ചു നാളെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് വാങ്ങിക്കാം എന്നുള്ള രീതിയില് നിന്നു. അപ്പോ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇവൾക്ക് പ്രഷർ കൂടി. അപ്പോ മെയിനായിട്ട് 8 മണിക്ക്, രാത്രി 8 മണി കറക്റ്റ് ആയിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റ് ആയിരുന്നു. അത് മുടങ്ങിയ ഇതാണ് ആ പ്രഷർ അത്രയും ഹൈ ലെവലായത്. അപ്പം ഡോക്ടർ കുറെ ചീത്തയൊക്കെ കേട്ടു കേട്ടാ. പിന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങള് നാളെ അഡ്മിറ്റ് ആക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ പറ്റില്ല. അത് അങ്ങനെയല്ല, നമ്മള് ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയി. വടക്കഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു, ഒപ്പിച്ചെല്ലാൻ പറഞ്ഞു ഡോക്ടറെ കാണാനായിട്ട്. അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം തന്നെ 2 വീലറിലാണ് പോയത് കേട്ടോ. ഓട്ടുപാറയിലേക്ക് വടക്കഞ്ചേരി പോയി. അപ്പൊ പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പോ എന്റെ കയ്യിൽ നിക്കില്ല. അപ്പൊ നമ്മൾ വേഗം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. പിന്നെ ഫെസിലിറ്റീസ് കുറവാണ്. മെഡിക്കൽ കോളേജിലായിരിക്കും സേഫ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആംബുലൻസില് അവര് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മള് മാത്രമേ ഉള്ളായിരുന്നു, തനിച്ചായിരുന്നു. ആരും കൂടെ വേറെ സഹായത്തിനോ അങ്ങനൊന്നും ആരും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ നമ്മള് പ്രതീക്ഷിച്ചല്ല ഈ പോണത്, ചെക്കപ്പിനായിട്ട് പോയത്. അതായത് നമ്മള് 2 വീലറിൽ തിരിച്ചു പോയാ, പിന്നെ ഇവിടെ ആംബുലൻസില് അങ്ങോട്ട് കൊണ്ടുപോയി. ആംബുലൻസിലൊക്കെ വിട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി.
പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെൻഷൻ എനിക്ക് അപ്പോഴേക്കും എന്റെ അമ്മയ്ക്ക് വന്നു കേട്ടോ. ടെൻഷൻ വേറൊന്നുമല്ല, എനിക്ക് ഫസ്റ്റ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് രമ്യ ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ മെഡിക്കൽ കോളേജ് പുതിയ ഡോക്ടർമാരെന്നൊക്കെ കേട്ടപ്പോഴത്തേന് ഭയങ്കര കുറച്ചും കൂടി ടെൻഷൻ കൂടി. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ ഒരു ഡോക്ടറിലാണല്ലോ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഡോക്ടർ എന്റെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആകെ ഭയങ്കര ടെൻഷനായി പോയി. പിന്നെ അങ്ങനെ ഇവിടെ ഡെലിവറിക്ക് കയറ്റി. ഡെലിവറിക്ക് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കയറ്റിയവർക്കൊക്കെ കുട്ടികളായി പുറത്ത് അവരെല്ലാം വന്നു. അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നമ്മളാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എന്തായെന്ന് പോലും അറിയാണ്ട്, അതായത് ഡോക്ടർമാരോട് ചോദിച്ചിട്ടും അവിടെ നിന്നുള്ള ആരോട് ചോദിച്ചിട്ടും ഇവളെ കുറിച്ചിട്ട് മാത്രം ഒന്നും പറയണില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നെ അവര് അഡ്മിറ്റ് ചെയ്തു, മരുന്ന് വെച്ചു, ഡെലിവറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ ഒന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോ ഒക്കെ അവര് പറയണത് അത് ഡോക്ടർ പറയുന്ന. പിന്നെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു കുട്ടീനെ പുറത്ത് വീട്ടുകാരെ കാണിച്ചോന്ന് ചോദിച്ചപ്പം അവിടുത്തെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു സമാധാനത്തിരിക്കും. എന്നാലും നമ്മളോട് കുട്ടി ആണാണോ പെണ്ണാണോ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, ആദ്യത്തെ കുട്ടിയില്ലേ, അപ്പൊ ആണാണോ പെണ്ണാണോ എന്ന് അറിയാനൊക്കെ നമുക്ക് ഭയങ്കര ആകാംക്ഷ. പക്ഷെ അവര് പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഇവള് പുറത്തു വന്നപ്പോഴാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അറിയണത്. പക്ഷെ നമുക്ക് കുഞ്ഞിനെ കാണാനായിട്ട് വൈകിട്ടാണ് ഒരു അവസരം ഉണ്ടായത്. പക്ഷെ അതും നമ്മുടെ കയ്യിലേക്ക് അങ്ങനെ കിട്ടിയൊന്നുമില്ല. കുഞ്ഞിനെ അപ്പം തന്നെ അവര് NICUലേക്ക് മാറ്റി. വെയിറ്റ് കുറവായിരുന്നു. അവര് ജനിച്ച സമയത്ത് ഒരു 1700 അത്രയ്ക്ക് തൂക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് അവനെ അവിടെ NICUല് കിട്ടി. അപ്പൊ സൗമ്യ ഇതൊന്നും പറഞ്ഞിട്ടില്ല. സൗമ്യ വിചാരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, ഞങ്ങൾ ഉണ്ണീനെ എടുത്ത് കിടക്കായിരുന്നു, അങ്ങനെയൊക്കെയാണ് സൗമ്യ വിചാരിക്കണം. എന്നോട് അവരങ്ങനെയാ പറഞ്ഞിരുന്നത്, കുട്ടീനെ പുറത്ത് കാണിച്ചിട്ടുണ്ട്, വീട്ടുകാരെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അറിയില്ല. അപ്പൊ നമ്മളോട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഡോക്ടറും പറഞ്ഞിരുന്നു, ഇങ്ങനെ മോനെ ജനിച്ചപ്പോ അവന്റെ ലിംഗത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോ അതിന് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റുകളൊക്കെ കുറച്ച് ചെയ്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് ലാസ്റ്റ് നമ്മള് മെയിലിലേക്ക് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചു എഴുതിയ സംഭവം. അവന് ലിംഗത്തിൽ കൂടെ അല്ല, സാധാരണ വേറൊരു ഹോളിൽ കൂടിയാണ് അവന് മൂത്രം വന്നിരിക്കുന്നത് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സർജറി 3.5 വയസ്സിന് ഉള്ളില് 4 വയസ്സ് 3 തൊട്ട് 4 വയസ്സിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ആണെന്നുണ്ടെങ്കിൽ അന്നേരം പക്ഷെ കുഞ്ഞിന് വെയിറ്റ് ഒന്നും ഇല്ല, ആ ഒരു പ്രായത്തില് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം 3.5-4 വയസ്സിനുള്ളില് ഓപ്പറേഷൻ ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനുള്ളില് അവനൊരു ചെറിയൊരു വീക്കം പോലെ ഉണ്ടായിരുന്നു. അപ്പോ അതുകൂടെ അതിനാണ് നമ്മള് ലാസ്റ്റ് സ്കാനിങ്ങിനായിട്ട് പോയത്. അപ്പൊ ആ ഒരു ഇതും പിന്നെ കണ്ണിന്റെ അത് ഈ കുഞ്ഞ് നേരത്തെ ഇങ്ങനെ മാസം തികയാതെ ജനിച്ചത് കാരണം വെയിനൊക്കെ വളർച്ച കുറവായിരുന്നു അവന്റെ. അപ്പൊ അതിനും ഏകദേശം 1 വർഷത്തോളം നമ്മൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് കൊണ്ടുനടന്നിട്ടാണ് അതും ശരിയായത്. പിന്നെ നേരത്തെ ജനിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ കറക്റ്റ് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പോയിട്ടുണ്ടായിരുന്നു. അനക്സിൽ കൊണ്ടുപോയിട്ട് അവര് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഹോസ്പിറ്റലാണ്, ഡെയിലി ഹോസ്പിറ്റലാ. അതായത് ഒരു ദിവസം കണ്ണിന്റെ പോയി കഴിഞ്ഞാൽ അടുത്ത വീക്ക് പിന്നെ ഈ സർജറിയുടെ കാര്യത്തിൽ അങ്ങനെ ഡെയിലി ഹോസ്പിറ്റലായിരുന്നു. ഇന്നും ഹോസ്പിറ്റലിലേക്ക് പോവാ വരാ അങ്ങനെയായിരുന്നു. പിന്നെ അപ്പൊ ഇതാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ 3.5-4 വയസ്സിന്റെ ഉള്ളിൽ സർജറി ചെയ്യണം എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് മെയിൽ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 2025 മെയിലാണ് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഡേറ്റ് ഞങ്ങൾ ചിലപ്പോ ശരിക്കും ചെന്നപ്പോ അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ കംപ്ലൈൻസ് ആണ്. അത് കാരണം കുറെ ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിട്ടാ കാണിച്ചത്. ശശികുമാർ ഡോക്ടറെയാണ് കാണിച്ചിരുന്നത്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പേരും ഇത് കൊടുത്തിട്ട് പൊക്കോ, അപ്പൊ ഓപ്പറേഷൻസിന്റെ ഡേറ്റ് നമുക്ക് വിളിച്ചു പറയാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേഷന്റെ ഡേറ്റ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ മരിച്ച ഇരിക്കുന്ന ആ ഒരു സമയത്താണ് വിളിച്ചു പറഞ്ഞത്.
അപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറി നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പറഞ്ഞു മറ്റൊരു ദിവസത്തേക്ക് തരാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇപ്പോ ലാസ്റ്റ് കിട്ടിയതാണ് ഈ മാസം 2026 നമുക്കത് കിട്ടിയത്, ഫെബ്രുവരിയില്. അപ്പൊ ഫെബ്രുവരിയിൽ പിന്നെ ഉണ്ണീനെ കൊണ്ടുപോയപ്പോ നമ്മളെ അപ്പോഴും വിചാരിക്കണത് ചെക്കപ്പിന് കൊണ്ടു ചെല്ലാനാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ നമ്മൾ പോയി ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും ഒരാഴ്ച സമയം തന്നു. അതിനുള്ളിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ സർജറി നടന്നു, കുഴപ്പമില്ലാതെ നടന്നു. ആദ്യം ഇനി ഓരോ ഘട്ടങ്ങളായിട്ട്, അതായത് 3 ഘട്ടമായിട്ടാണ് ഈ സർജറികൾ നടത്തുക. 3 സർജറി ഉണ്ട്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഒരു സർജറി മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സർജറി വരെ. അപ്പോൾ ഇപ്പൊ ആദ്യത്തെ സർജറിക്ക് നമ്മൾ കൊണ്ടുപോയി, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ നടന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്തോ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊരു കുഴപ്പമില്ലാതെ നടന്ന് കിട്ടി. ഇനിയിപ്പോ 3 മാസം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സ്കാനിങ് വയറിന്റെ ഉള്ളിലത്തെ ആ വീക്കത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, കിഡ്നിയുടെ അവിടെ വീക്കത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ വയറുവേദന പിന്നെ ഇടയ്ക്ക് വരുന്നത് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷനായി. പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു ഞങ്ങളടുത്ത് സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കപ്പിന് കൊണ്ടുവരണം, ആ സമയത്ത് സ്കാനിങ് കൂടി എടുത്തിട്ട് കാണിക്കണം നമ്മളെ. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോ പോയി സ്കാനിങ് എടുത്തു, ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര ആശ്വാസമായി. ഇവന്റെ സർജറി കഴിഞ്ഞിടത്തും പരിശോധിച്ചൊക്കെ നോക്കി ഡോക്ടർ. അപ്പൊ അവിടെയും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങള് ഇപ്പൊ മുന്നോട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 ആഴ്ചത്തേക്കും കൂടിയും അതൊക്കെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് അവന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ ഇതില് സർജറി എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ അറിയാത്ത ഒരുപാട് പേര് കമന്റ് ബോക്സിൽ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും റിപ്ലൈ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ റീച്ചിനൊന്നും വേണ്ടിയിട്ടല്ലടാ ഞാൻ ആ വീഡിയോസും ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മളെ അറിയുന്നവര്, നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണായിരുന്നു. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ഫോൺ വിളിച്ച് പറയാനോ വാട്സപ്പിൽ മെസ്സേജ് പറയാനോ കാര്യങ്ങൾ പറയാനോ പറ്റില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവര് യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വിചാരിച്ചു അപ്പൊ ഡെയിലി അവന്റെ മോന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഷോർട്സും വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം. അപ്പൊ അങ്ങനെ എല്ലാവരും അറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടത്. അപ്പോ എല്ലാവരും ഒരുപാട് പേരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ തുടർന്നും ഉണ്ടാവുക. അപ്പോ ഈ എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളുടെ തുടർന്ന് ഞങ്ങളുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.